പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, കൈത്താക്കാലത്തിന്റെ 4-ാമത്തെ ആഴ്ചയിലെ ചൊവ്വാഴ്ച ദിവസമാണിന്ന്. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 3-ാം അധ്യായം 22 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. സ്നാപയോഹന്നാന്റെ ദൗത്യത്തെ കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷം. ഏതാനും കാര്യങ്ങൾ നമ്മൾ പ്രധാനപ്പെട്ടത് ഇവിടെ ശ്രദ്ധിക്കുന്നത്. സ്നാപയോഹന്നാൻ ശിഷ്യരോട് പറയുന്ന ഒരു വാക്യം ഇങ്ങനെയാണല്ലോ: സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കുക സാധ്യമല്ല. മാമോദീസ നൽകപ്പെടുന്നത് സ്വർഗീയമായ ഒരു കാര്യമാണെന്ന് ഈശോ അവിടെ സൂചിപ്പിച്ചതാണ്. പക്ഷെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, നമ്മുടെ ദൈനംദിന ജീവിതത്തിലും ഇത് വളരെ പ്രസക്തമായ, റിലേറ്റീവായ ഒരു കാര്യമായി ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ലഭിച്ചിരിക്കുന്നതെല്ലാം സ്വർഗത്തിൽ നിന്നാണ്, ദൈവത്തിൽ നിന്നാണ്, ദൈവത്തിന്റെ അനുഗ്രഹങ്ങളാണ് എന്ന് വിശ്വസിക്കാൻ സാധിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ ഉത്സാഹം കൊണ്ട്, എൻ്റെ കഠിനാധ്വാനം കൊണ്ട് നേടി എന്ന് പറയുമ്പോഴും പല കാര്യങ്ങളും നമുക്ക് നമ്മുടെ പരിശ്രമം നടത്താനേ സാധിക്കുന്നുള്ളൂ. അതിനെ അനുഗ്രഹമാക്കി മാറ്റുന്നത് ദൈവമാണ്. അതുകൊണ്ട് സ്നാപയോഹന്നാൻ ഈ മാമോദീസായെ കുറിച്ച് പറഞ്ഞ ഈ കാര്യം നമ്മുടെ ഓരോ അനുഗ്രഹങ്ങളുടെ കാര്യത്തിലും പ്രസക്തവും ശരിയുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന അനുഗ്രഹങ്ങളാണ് നമ്മുടെ ജീവിതത്തിലുള്ളതെല്ലാം എന്ന് നമുക്ക് വിനയപൂർവ്വം, ഹൃദയപൂർവ്വം ഈശോയുടെ മുമ്പിൽ ഏറ്റുപറയാം. ശ്രാപകൻ പിന്നീട് പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: അടുത്തു നിന്ന് മണവാളനെ ശ്രവിക്കുന്ന സ്നേഹിതൻ അവന്റെ സ്വരത്തിൽ വളരെ സന്തോഷിക്കുന്നു. ഈശോയുടെ വരവിനെയും ഈശോയുടെ സാന്നിധ്യത്തെയും ഈശോയുടെ സംസാരം കേൾക്കുന്നതിന്റെ സന്തോഷത്തെയും കുറിച്ചാണ് ഇവിടെ സ്നാപയോഹന്നാൻ പറയുന്നത്. അവന്റെ സ്വരം കേൾക്കുന്ന സ്നേഹിതൻ അവന്റെ സ്വരത്തിൽ സന്തോഷിക്കുന്നു. നമുക്കുള്ള വലിയ ഭാഗ്യവും ഇന്നും അത് തന്നെയാണ്. ഓരോ ദിവസവും നാം ഈശോയുടെ സ്വരം കേൾക്കുന്നുണ്ട്. സുവിശേഷത്തിൽ, വിശുദ്ധ കുർബാനയിൽ, നമ്മുടെ സഹോദരങ്ങളിൽ, നമ്മുടെ അധികാരികളിൽ, സഭയുടെ പ്രബോധനങ്ങളിൽ, നമ്മുടെ നല്ല കൂട്ടായ്മകളിലൊക്കെ നമ്മൾ കേൾക്കുന്നതായി നമ്മൾ തിരിച്ചറിയേണ്ടത് ഈശോയുടെ സ്വരം തന്നെയാണ്. ഞാനിവിടെ ഈശോയുടെ സ്വരം, ഇവയൊക്കെ ഈശോയുടെ സ്വരമായി തിരിച്ചറിയുന്നുണ്ടോ? ഞാൻ ആ സ്വരങ്ങളെയൊക്കെ സന്തോഷത്തോടെയാണോ സ്വീകരിക്കുന്നത്? ഒരർത്ഥത്തിൽ സ്നാപയോഹന്നാൻ ചെയ്തിരുന്ന ജോലിക്കൊരു തടസ്സം, അല്ലെങ്കിൽ അതിനൊരു ചലഞ്ച് എന്ന രീതിയിൽ ഈശോയുടെ മാമോദീസ കൊടുക്കലും അതേക്കുറിച്ചുള്ള കാര്യങ്ങൾ വന്നപ്പോൾ അത് ഏറ്റവും വലിയ സന്തോഷത്തിന്റെ ഒരു കാര്യമായിട്ടാണ് സ്നാപയോഹന്നാൻ അവതരിപ്പിക്കുന്നത്. കാരണം അതിനുവേണ്ടിയാണ് അദ്ദേഹം ജോലി ചെയ്തതും, കാത്തിരുന്നതും, ഇതുവരെ അധ്വാനം നടത്തിയതുമൊക്കെ. നമ്മളിലൂടെ നമ്മൾക്കുള്ള നിർദ്ദേശങ്ങൾ മറ്റുള്ളവരിലൂടെ, അധികാരികളിലൂടെ ഒക്കെ വരുമ്പോൾ അതിനെ ദൈവത്തിന്റെ സ്വരമായി കാണാനും കേൾക്കാനും അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട്. മൂന്നാമതായി നമ്മൾ ഇവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കുന്ന ഒരു കാര്യം സ്നാപയോഹന്നാന്റെ ഒരു മനോഭാവമാണ്. നമുക്കെല്ലാം മാതൃകയായി എപ്പോഴും മനസ്സിലുണ്ടാവേണ്ട കാര്യം. ഈശോയെ കുറിച്ച് പറഞ്ഞത് അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. ഈശോ വളരാനും നമ്മൾ കുറഞ്ഞു വരാനും, ഞാൻ എന്ന ഭാവം, അതാണ് ഞാൻ കുറയുക എന്ന് പറയുമ്പോൾ. ഈശോ എന്ന ആത്മീയമായ ആ ഒരു സാന്നിധ്യം എന്നിൽ കൂടുതലായി വളരാനും, ഞാൻ എന്ന അഹംഭാവത്തിന്റെ, ഈഗോയുടെ ഭാവം കുറയാനും സാധിക്കുന്നിടത്താണ് നമ്മൾ സ്നാപയോഹന്നാനെ പോലെ വലിപ്പമുള്ളവരായി മാറുന്നത്. അങ്ങനെയുള്ള ഒരാളെ നോക്കിയാണ് ഈശോയും പറയുന്നത്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഈ സ്നാപയോഹന്നാനേക്കാൾ വലിയവനില്ല. നമുക്ക് എപ്പോൾ സ്നാപകയോഹന്നാന്റെ ആ ഒരു എളിമയുടെ അഗാധതയിലേക്ക് വളരാൻ പറ്റുന്നോ അപ്പോഴാണ് ഈശോ നമ്മളെയും നോക്കി അപ്രകാരമുള്ള കമന്റുകൾ പറയുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം സ്നാപയോഹന്നാന്റേതുപോലെ അങ്ങേക്ക് വഴിയൊരുക്കുവാനും അങ്ങയുടെ മാർഗം തെളിച്ച് മറ്റുള്ളവരിലേക്ക് അങ്ങേ എത്തിക്കുവാനുമുള്ള പരിശ്രമമാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതമെന്ന് മനസ്സിലാക്കുന്നു. അതിൽ ഞങ്ങളെ മാക്സിമം, പരമാവധി കുറച്ചുകൊണ്ട് വരുവാനും അങ്ങയെ വളർത്തി മറ്റുള്ളവരുടെ മുമ്പിൽ ഞങ്ങളുടെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുവാനും ഞങ്ങളെല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.